എല്ലാവർക്കും കിക്ക്പെറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടോഫു ആണ്. അതായത് സോയാബീൻ പാല് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതൊന്ന് കേർഡിൽ ചെയ്തിട്ട് എടുക്കുന്ന ടോഫു. അപ്പോൾ നമ്മൾ പനീർ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണിത്. അതായത് പനീറിന് നമ്മൾ പാല് തിളപ്പിച്ചിട്ട് അത് അല്പം വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് നമ്മളത് കേർഡിൽ ചെയ്തിട്ട് പനീർ ഉണ്ടാക്കുന്നു. അതേപോലെ തന്നെ സോയാബീന് നമ്മൾ കുതിർത്ത് എടുത്തിട്ട് അരച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അതായത് സോയാബീനും അല്പം വിനീഗറും മാത്രം മതി. അപ്പോൾ തലേ ദിവസമേ നമ്മളിത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ ചിലവ് കുറച്ച് എന്നാൽ വളരെ ഗുണകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ടോഫു. അതേപോലെ ടോഫു വെച്ച് അനേകം നമുക്ക് വേറെ കറികൾ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കറിയായിട്ട് ഉപയോഗിക്കാം. വളരെ ഗുണമുള്ളൊരു കാര്യമാണ് ടോഫു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. ടോഫു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സോയാബീൻസ് ആണ്. അപ്പോൾ ഇതേപോലത്തെ ബീൻസ്, വൈറ്റ് ബീൻസ് ഉണ്ട്, അതല്ല നമ്മൾ വാങ്ങിക്കേണ്ടത്. സോയാബീൻസ് തന്നെ നമ്മൾ കടയിൽ നോക്കി വാങ്ങിക്കണം. അപ്പോൾ ഇത് ഞാനൊരു 9 മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് വെച്ചിരിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതിൻ്റെ പാലെടുക്കണം. അപ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് ഇതിലിട്ട് കൊടുത്ത് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു 2-3 ട്രിപ്പായിട്ട് നമുക്ക് അരയ്ക്കേണ്ടി വരും. നന്നായിട്ട് അതിൻ്റെ നെകയ്ക്ക് മേളിൽ നിൽക്കുന്ന തരത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം അരയ്ക്കാൻ. നമ്മൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്ന സോയാബീനാണിത്. ഇത് നമുക്കിതുപോലെ ഒരു അരിപ്പയെ കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതാണ് നമ്മൾ അരച്ചെടുത്ത സോയാബീൻ മിൽക്ക്. അപ്പം ഞാൻ എത്ര ഗ്രാമാണ് എടുത്തതെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഒരു 300 ഗ്രാംസ് സോയാബീനാണ് ഞാൻ കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിരുന്നത്. അപ്പം 300 ഗ്രാം സോയാബീൻ നമ്മൾ അരച്ചെടുത്തപ്പോഴാണ് നമുക്ക് ഈ 1.5 ലിറ്റർ നമുക്ക് മിൽക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ അരച്ചെടുത്തതിൻ്റെ പിശിലാണ്. നമ്മൾ ഈ സോയാബീൻ അരച്ചെടുത്തപ്പം കിട്ടിയ പിശിലാണിത്. ഇത് ചെടിക്കൊക്കെ ഇടാനായിട്ട് നല്ല ഒരു മെന്യൂറായത്. അപ്പോൾ ഈ സോയാ മിൽക്ക് പിരിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ വിനീഗർ ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ പനീറൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ ഇതേപോലെയല്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സോയാ മിൽക്കും നമുക്ക് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്നിൽ നാരങ്ങ, അതല്ലെന്നുണ്ടെങ്കിൽ വിനീഗർ. അപ്പം ഞാനിവിടെ വിനീഗറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് കാച്ചിയെടുക്കാം, നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിലേക്ക് ഞാൻ ഇതുപോലെ ഈ ചരുവത്തിൽ പാലൊഴിച്ച് ഇതേപോലെ ഒന്ന് കാച്ചിയെടുക്കുക. അപ്പോൾ എപ്പോഴും കൈവിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് തിളച്ച് തൂവിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് കൂടെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ ഒരു മീഡിയം തീയിൽ വേണം നമ്മളിത് കാച്ചിയെടുക്കാനായിട്ട്. മേളിൽ ഈ വരുന്ന ഈ പത നമ്മളിങ്ങനെ കോരി മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നല്ലപോലെ തീ കുറച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കാൻ വിട്ടിട്ട് പിന്നീട് നമുക്ക് ഇതിലേക്ക് വാങ്ങി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ വിനീഗർ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് കേർഡിലാക്കി എടുക്കാം. ഇപ്പം നമ്മളുടെ ഈ സോയാ മിൽക്ക് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ തീ ഒന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കുക. നമ്മൾ ഈ പാല് കാച്ചി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മേളിൽ ഇതുപോലെ നമ്മൾ പാല് കാച്ചുമ്പം ഇതേപോലെ പാട ചൂടത്തില്ലേ, അതേപോലെ തന്നെ ഇതിനുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ എടുത്ത് മാറ്റിക്കളയാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വിനീഗർ പതുക്കെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ഇത് പിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് പാലെല്ലാം നന്നായിട്ട് പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു തുണിയിൽ കൂടെ ഇതൊന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പോൾ ഇതേപോലെ ഞാനൊരു ചരുവ എടുത്തിട്ട് നല്ല കനം കുറഞ്ഞ തുണി ഇതിലേക്ക് നമ്മൾ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ഞാൻ ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. സൈഡിൽ ക്ലിപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിത് ഒഴിക്കുമ്പോഴത്തേക്ക് വെയിറ്റ് കാരണം ഇതങ്ങ് വിട്ട് താഴോട്ട് പോകും. ഇനിയിപ്പം നമുക്ക് നമ്മൾ ഈ കേർഡിലാക്കി വെച്ചിരിക്കുന്ന ഈ സോയാ മിൽക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ തുണി വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ അരിപ്പ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വെള്ളവും ആയിട്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ തുണി അത് ഹോൾഡ് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ അരിപ്പയിലൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം പോയതിന് ശേഷം പിന്നെ നമ്മൾ ഈ തുണിയിലേക്ക് ഇത് ഡയറക്റ്റായിട്ട് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുക.
ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് ഈ ടോഫുന്ന് ഈ വെള്ളമെല്ലാം നന്നായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനി ഇതിപ്പം നമ്മൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഈ വെള്ളം ഒത്തിരി നല്ല ഒരു വളമാണ് ചെടിക്കൊക്കെ ഒഴിക്കാൻ. ഏകദേശം സ്ട്രെയിൻ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇതേപോലെ ഒരു കിഴുത്ത പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഒന്ന് ഇറക്കി വെക്കാം. ഇറക്കി വെച്ചിട്ട് നമ്മളൊരു 4-5 മണിക്കൂർ ഇതിൻ്റെ മേളിൽ നല്ല എന്തെങ്കിലും ഒരു വെയിറ്റ് ഒന്ന് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതേപോലത്തെ നമ്മുടെ ഇടികല്ലുണ്ടല്ലോ, ഇടിക്കുന്നത്, അതാണ് എടുത്തിരിക്കുന്നത്. അതെടുത്ത് ആ വെയിറ്റ് നമുക്കിതിൻ്റെ മേളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതൊരു 4-5 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇതിലുള്ള വെള്ളം മൊത്തം അങ്ങ് ഡ്രെയിനായി പൊയ്ക്കോളും. വെള്ളമെല്ലാം ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കല്ല്. ഇനിയിപ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്കിത് ഈ സോയ നമുക്ക് എടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ ക്രാക്സ് ഉണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ വെയിറ്റ് ഞാൻ കറക്റ്റായിട്ട് ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഇതിന് ശരിക്കും ഈ സോയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേകളുണ്ട്. അതായത് സ്ക്വയർ ഷേപ്പിലുള്ള കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ വെയിറ്റ് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്വയർ ട്രേകൾ കിട്ടും. അത് നമ്മുടെ നാട്ടിൽ അത്ര ഇല്ല. പക്ഷേ എനിക്കിതിപ്പോൾ നമുക്കുള്ള സൗകര്യം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിനെയും വെള്ളത്തിലൊന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്തൊന്ന് എടുത്താൽ ആ വിനീഗറിൻ്റെ ടേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും. ഇപ്പോഴേ നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പീസാക്കിയിട്ട് ആ പീസുകളൊന്ന് വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തിട്ട് എടുത്താൽ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസവും വരത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. നമ്മുടെ പനീർ പോലെ തന്നെ ഉള്ളൂ ഇത്. അതേ ടെക്സ്ചർ തന്നെയാണ്. ടേസ്റ്റിൽ മാത്രം ഒരിത്തിരി ഡിഫറൻസ് കാണും. ഇതാ നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ് ഇത്. നമുക്ക് ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ഒരു ബോക്സിനകത്തിട്ട് അടച്ച് വെക്കുക ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ പീസാക്കി വേണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം. വലിപ്പത്തിൽ നമുക്ക് പീസാക്കിയിട്ട് എടുക്കാം. പനീർ ക്യൂബ് പോലെ തന്നെ ഇത് മുറിച്ചെടുക്കാം. ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ടോഫു, സോയാബീൻ ടോഫു. വളരെ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മളതൊന്ന് കുതുക്കുന്ന ഒരു താമസമേ ഉള്ളൂ. ബാക്കി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന തന്നെയാണ്. അതേപോലെ തന്നെ പനീറിനേക്കാളും വളരെയേറെ നല്ലതാണിത്. കാരണം പനീറിൽ നമുക്ക് കൂടുതൽ പ്രോട്ടീനുണ്ട്. വെയിറ്റ് ലോസിനൊക്കെ ആഗ്രഹിക്കുന്നവർ ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പനീറിനേക്കാളും ഏറ്റവും നല്ല ടോഫു തന്നെയായിരിക്കും. കാരണം ഇതിനകത്ത് 100 ഗ്രാമിൽ വരുന്ന കാലറി എന്ന് പറഞ്ഞാൽ 60 or 65% ഉള്ളൂ. അതേസമയം പനീറിൽ വരുന്നത് 100 ഗ്രാമിൽ ഒരു 260 കാലറി വരും. അതിൽ പനീറിലെ കാലറീസ് 100 ഗ്രാംസിൻ്റെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്, അതേപോലെ തന്നെ പാൽ ഉപയോഗിക്കാൻ കഴിയാത്തവരുണ്ട്, പാൽ അലർജി ആയിട്ടുള്ളവരുണ്ട്, പാലിൻ്റെ പ്രോഡക്റ്റുകൾ അലർജി ആയിട്ടുള്ളവരുണ്ട്. അവർക്കൊക്കെ ടോഫു ഒരു നല്ല ഒരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും. മുന്നേ ഒരു പ്രാവശ്യം ഞാൻ ടോഫു ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ആ ടോഫു വെച്ച് ഞാൻ ഉണ്ടാക്കിയ ബട്ടർ മസാലയാണിത്. അതായത് നമ്മൾ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഈ ടോഫു വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണിത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അതേ ടെക്സ്ചർ തന്നെയാണിത്. വളരെ സോഫ്റ്റാണ്, പനീർ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. കഴിക്കാനും നല്ലത് തന്നെ, നല്ല ടേസ്റ്റാണ്. പനീർ വെച്ച് എന്തൊക്കെ ഐറ്റം ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ നമുക്ക് ഈ ടോഫു വെച്ചും ചെയ്യാൻ പറ്റും. അതായത് ഇത് നമുക്കൊന്ന് ഇത്തിരി നേരം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തവയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ ഇത് പാലക്കുമായിട്ട് നമ്മൾ പാലക്ക് ചെയ്യുന്നത് പോലെ തന്നെ ഇത് ടോഫുവും പാലക്കും കൂടെ നമുക്ക് കറി വെക്കാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ ഒത്തിരി ഗുണമുള്ളതും പാലിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ ഇത് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ടുള്ള വെയിറ്റ്, അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ടുള്ള വെയിറ്റ് വെക്കാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ കിട്ടത്തില്ല, അതെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക, കറക്റ്റായിട്ടുള്ള വെയിറ്റ് വെക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ, നമ്മളുടെ ഈ ഇന്നത്തെ ഈ വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്.